എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 7/2/2026 നടത്തിയ വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 11/2026. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏതാണ്? മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം, കുളച്ചൽ യുദ്ധം, ആറ്റിങ്ങൽ കലാപം, ശ്രീരംഗപട്ടണം ഉടമ്പടി. ശരിയായ കാലഗണനാക്രമം ഓപ്ഷൻ സി 3, 1, 2, 4. ആറ്റിങ്ങൽ കലാപം 1721, മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം 1729, കുളച്ചൽ യുദ്ധം 1741, ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഇങ്ങനെയാണ് ശരിയായ കാലഗണനാക്രമം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി ഓപ്ഷൻ എ 1ഉം 4ഉമാണ് തെറ്റായ ജോഡികൾ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. യോഗക്ഷേമ സ്ഥാപകരിൽ പ്രധാനി VT ഭട്ടതിരിപ്പാടാണ്. സ്ഥാപക പ്രസിഡന്റ്, യോഗക്ഷേമ സഭയുടെ സ്ഥാപക പ്രസിഡന്റായിരുന്നത് ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടുമായിരുന്നു. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ 1857 കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായത്. 2ഉം 4ഉം പ്രസ്താവനകളാണ്. 1857 കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായത്, ഒരു ദിവസം നമ്മുടെ വായിൽ അകപ്പെടാൻ പോകുന്ന ഒരു ചെറിയായി അവധ് വിശേഷിക്കപ്പെട്ടു. 1857 മെയ് 10 മീററ്റിലാണ് കലാപം ആരംഭിച്ചത്. ഡൽഹിയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത്ഖാനുമായിരുന്നു. ഇൻ മെമ്മോറിയം എന്ന ചിത്രം വരച്ചത് ജോസഫ് നോയൽ പാറ്റൺ. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ബന്ധമില്ലാത്തവ കണ്ടെത്തുക. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം നിർത്തലാക്കി. ക്രിപ്സ് ദത്തത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ഗാന്ധിജി ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1930 മാർച്ച് 12 ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്ര ആരംഭിച്ചു. ബന്ധമില്ലാത്തവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1ാമത്തെ പ്രസ്താവനയാണ് ബന്ധമില്ലാത്തത്. 1922 ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി പിൻവലിച്ചത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ല. അടുത്ത ചോദ്യം, ചുവടെ തന്നിട്ടുള്ളവയിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1ഉം 3ഉമാണ് ശരിയായ ജോഡികൾ. ലൈഫ് വീക്കിലി, സാവോ താവോ ഫെൻ, എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. ചൈനയിലെ ലോങ് മാർച്ച് ബന്ധപ്പെട്ടിരിക്കുന്നത് മാവോ സേതുങ്ങുമായിട്ടാണ്. ദ സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത് ജീൻ ജാക്കോസ് റൂസോ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 2025 സ്വാതന്ത്ര്യ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി 3ഉം 4ഉമാണ് ശരിയായത്. വിശിഷ്ടാതിഥികളായി മറ്റ് രാജ്യത്തലവന്മാർ ഉണ്ടായിരുന്നില്ല. 79ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷം ആയിരുന്നു. ഗ്രാവിറ്റി അനോമലിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയെ കണ്ടെത്തുക. വസ്തുക്കളുടെ പിണ്ഡത്തിലുള്ള വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ശിലാവസ്തുക്കളുടെ ഘടനാ വ്യത്യാസം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. ഭൗമകേന്ദ്രത്തിൽ നിന്നുള്ള അകലം ഗ്രാവിറ്റി അനോമലിക്ക് കാരണമാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി 2 മാത്രമാണ് തെറ്റായ പ്രസ്താവന. ഇന്ത്യയുടെ ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ലവണജല തടാകം ഏതാണ്? ഓപ്ഷൻ സി പാം ഗോങ്സോ തടാകം. സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന പട്ടണം? ഓപ്ഷൻ ബി ഡെറാഡൂൺ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വേർതിരിക്കുന്ന കടൽ ചാനൽ ഏതാണ്? ഓപ്ഷൻ ബി 10° ചാനൽ. ശിലാരൂപീകരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. ബലതന്ത്ര കായാന്തരീകരണത്തിൽ ശിലകൾ പൊടിഞ്ഞ് പുനഃപരലീകരണം സംഭവിക്കുന്നു. 2025 വർഷത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ആഗോള പട്ടിണി സൂചിക അനുസരിച്ച് ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം ഏതാണ്? ഓപ്ഷൻ ഡി സൊമാലിയ. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ ബി 1 and 2. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളും കീടനാശിനികളും.
പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഏതാണ്? ഉദാരവൽക്കരണം, വ്യവസായവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം. പുത്തൻ സാമ്പത്തിക പരിഷ്കാരത്തിൽ പെടാത്തത് ഓപ്ഷൻ എ 2 മാത്രം, വ്യവസായവൽക്കരണം. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി PC മഹലനോബിസ് ആണ്. സോവിയറ്റ് മാതൃകയിലുള്ള പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ സ്വീകരിച്ചത്. 1947 ഇന്ത്യയിൽ പ്ലാനിംഗ് ആരംഭിച്ചത്. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രമാണ് ശരിയല്ലാത്തത്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ രൂപീകൃതമായത് 1950 താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഇവയെല്ലാം: സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തതേത്? കറൻസി നോട്ടടിച്ചിറക്കുക, ബാങ്കുകളുടെ ബാങ്ക്, നികുതി നിരക്ക് നിശ്ചയിക്കുക, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഓപ്ഷൻ ബി 3 മാത്രം, നികുതി നിരക്ക് നിശ്ചയിക്കുക. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉമാണ് ശരിയായത്. ആസ്ഥാനം ന്യൂഡൽഹിയിലെ നീതി ഭവൻ സ്ഥാപിതമായത് 2015 ജനുവരി 1 BVR സുബ്രഹ്മണ്യമാണ് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ CEO. കേവല ഭൂരിപക്ഷ സമ്പ്രദായം, സിമ്പിൾ മെജോറിറ്റി എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? ഓപ്ഷൻ സി 2ഉം 3ഉം മാത്രം. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്ന അവകാശങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഇവ ഒന്നുമല്ല. അവിശ്വാസ പ്രമേയം, നോ കോൺഫിഡൻസ് മോഷൻ, അതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നതുവരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസം ആയിരിക്കും. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഓപ്ഷൻ സി 1ഉം 3ഉം മാത്രം. 1, 3 പ്രസ്താവനകളാണ് ശരിയല്ലാത്ത പ്രസ്താവനകൾ. മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതെല്ലാം. ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ എ 356. സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ബി 300A. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി 4A. താഴെ പറയുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏതെല്ലാം? വ്യാപാരവും വാണിജ്യവും, പൊതുജനാരോഗ്യം, കൃഷി, ട്രേഡ് യൂണിയനുകൾ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഓപ്ഷൻ ഡി ട്രേഡ് യൂണിയനുകൾ. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഏതാണ്? ഓപ്ഷൻ സി ആന. 2018 പ്രളയത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വീട് തകർന്നവരിൽ ഉൾപ്പെട്ട കിടപ്പ് രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കും അധിക ധനസഹായം നൽകുന്നതിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാക്കിയ പദ്ധതി ഏതായിരുന്നു? ഓപ്ഷൻ ബി പ്രത്യുത്ഥാനം പദ്ധതി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ സല്ലാപം, മന്ദഹാസം പദ്ധതികൾ സമൂഹത്തിലെ ഏത് വിഭാഗത്തെയാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ സി വയോജനങ്ങൾ. 15 മുതൽ 35 വയസ്സുവരെയുള്ള യുവജനങ്ങൾക്ക് സാംസ്കാരിക കലാ കായിക മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് വേണ്ടി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി കേരളീയം. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ സ്നേഹാരാമം പദ്ധതി. താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ. ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ഓപ്ഷൻ എ റൈനോ വൈറസ്.
യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ഗോട്ട്. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുക്. കേരളത്തിൽ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? ഓപ്ഷൻ ബി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം. ടോയ്ലറ്റുകളിൽ നിന്ന് ഉദ്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ്? ഓപ്ഷൻ സി ബ്ലാക്ക് വാട്ടർ. താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? പ്രകാശവർഷം, റേഡിയൻ, പാഴ്സെക്, ന്യൂട്ടൺ, മീറ്റർ. നീളത്തിൻ്റെ യൂണിറ്റുകൾ ഓപ്ഷൻ ബി 1ഉം 3ഉം, പ്രകാശവർഷം, പാഴ്സെക്. ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത്? ഓപ്ഷൻ സി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാൽ. ജലലഭ്യത കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ ഡി കേശികത്വം. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പോളറിമീറ്റർ ഉപഗ്രഹമാണ് എക്സ്പോസാറ്റ്. എക്സ്റേ പോളറിമെട്രി സാങ്കേതികവിദ്യ വഴി എക്സ്പോസാറ്റിന് പഠനവിധേയമാക്കാൻ കഴിയാത്ത ആകാശവസ്തുക്കൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ എ എക്സോ പ്ലാനറ്റുകളും ധൂമകേതുക്കളും. യഥാർത്ഥ വാതകങ്ങൾ ആദർശ സ്വഭാവം കാണിക്കുന്നത് ഏതെല്ലാം സാഹചര്യങ്ങളാണ്? ഓപ്ഷൻ ബി താഴ്ന്ന മർദ്ദം, ഉയർന്ന താപനില. ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? ഓപ്ഷൻ എ 1.0 × 10⁻³ m. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളായത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി 2 and 3, Na+F- O2- Mg2+. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ സി മിഷൻ സുദർശൻ ചക്ര. വിഖ്യാത ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ M രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമി. ഇന്ത്യ ആദ്യത്തെ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ സി ഹർമൻ പ്രീത് കൗർ. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6 ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉദ്ഭവിച്ചുവെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ സി മോഹിനിയാട്ടം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ഓപ്ഷൻ ബി മലയാളം മിഷൻ. അടുത്തതായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 51 ഓപ്ഷൻ ബി, 68, 52 ഓപ്ഷൻ സി 55 cm², 53 ഓപ്ഷൻ ഡി 5/2, 54 ഓപ്ഷൻ എ എക്സ്, 55 ഓപ്ഷൻ എ 143 cm, 56 ഓപ്ഷൻ സി 20, 57 ഓപ്ഷൻ സി I64, 58 ഓപ്ഷൻ ഡി 5/3/2023, 59 ഓപ്ഷൻ ബി 4.71 cm, 60 ഓപ്ഷൻ ഡി 40 8. അടുത്തതായി ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. The treasure was buried dash an old oak tree. Option C beneath. Few people understood dash. Option D did they.
He dashed the documents before signing. Option A, looked over. He made a dash talking to his friend loudly during the ceremony. Option B, fox pass. The teacher made them write an essay. Can be reframed as option A, they were made to write an essay. Between you and dash, this plan might fail. Option C, me. You dash understood it better if you had listened carefully. Option A, would have. He bought dash toy for his son. Option C, a UFO. The bikers had a moonlit dash by the riverside. Option D, rendezvous. The designer dress cost her an arm and a leg means option B, the dress is extremely costly. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ ഡി, വിഡിത്തം. വില്ല് എന്നർത്ഥം വരാത്ത പദം ഓപ്ഷൻ സി, അമ്പ്. ഉദാരൻ എന്ന പദത്തിൻ്റെ വിപരീതാർത്ഥമായി വരുന്ന പദം ഓപ്ഷൻ ബി, കൃപണൻ. പെരുമ്പറ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ എ, പെരും പ്ലസ് പറ. കർത്താവ് എന്ന പദത്തിൻ്റെ എതിർലിംഗമായി വരുന്ന പദം ഓപ്ഷൻ സി, കർത്തൃ. താഴെ തന്നിരിക്കുന്നതിൽ ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ സി, മിടുക്കർ. അഞ്ചാറ് എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. ഓപ്ഷൻ എ, അഞ്ചോ ആറോ. വയറ്റത്തടിക്കുക എന്ന ശൈലിയുടെ അർത്ഥത്തെ സൂചിപ്പിക്കാത്ത പ്രയോഗം ഏത്? ഓപ്ഷൻ ഡി, സന്തോഷിപ്പിക്കുക. പുത്രൻ്റെ ഭാര്യ എന്നർത്ഥം വരുന്ന പദമേത്? ഓപ്ഷൻ ബി, സ്നുഷ. ടു റൂട്ട് ഔട്ട് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ പരിഭാഷ ഏതാണ്? ഓപ്ഷൻ സി, ഉന്മൂലനം ചെയ്യുക. അടുത്ത ചോദ്യം. കേരള അബ്കാരി നിയമവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തിരിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി 1, 2, 3 മാത്രം ശരിയാണ്. അബ്കാരി എന്നത് പേർഷ്യൻ ഭാഷയിലെ ഒരു പദമാണ്. അബ്കാരി നിയമപ്രകാരം പ്രായപൂർത്തിയായ ഒരാൾക്ക് 3 ലിറ്റർ വിദേശ മദ്യം കൈവശം വയ്ക്കാവുന്നതാണ്. കേരളത്തിൽ മദ്യോപഭോഗം അനുവദിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി 23 വയസ്സാണ്. വിമുക്തി മിഷനുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏവ? ഓപ്ഷൻ സി 1, 3, 4 മാത്രം ശരി. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തിൽ കേരള ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് വിമുക്തി മിഷൻ. വിമുക്തി മിഷൻ നേതൃത്വം നൽകുന്നത് കേരള എക്സൈസ് വകുപ്പാണ്. ലഹരിക്ക് അടിമപ്പെട്ട വ്യക്തികളെ ചികിത്സയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും തിരികെ കൊണ്ടുവരിക, നവതലമുറ ലഹരിക്കണിയിൽ വീഴാതെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപീകരിക്കപ്പെട്ട മിഷനാണ് വിമുക്തി മിഷൻ. കേരള അബ്കാരി ആക്ട് പ്രകാരം കേരളത്തിൽ ഡ്രൈ ഡേ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളേവ? ഓപ്ഷൻ സി 1, 2, 4 മാത്രം ശരി. ശ്രീനാരായണ ഗുരു ജയന്തി കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. രക്തസാക്ഷി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. ശ്രീനാരായണ ഗുരു സമാധി ദിനം കേരളത്തിൽ ഡ്രൈ ഡേ ആണ്. NDPS നിയമവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓപ്ഷൻ സി 2, 3, 4 എന്നിവ മാത്രം ശരി. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ നേടിയ അനധികൃത സമ്പത്ത് കണ്ടുകിട്ടുന്നതിനുള്ള അധികാരം മേൽ നിയമത്തിൽ ഉണ്ട്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നത് മേൽ നിയമപ്രകാരം കുറ്റകരമാണ്. വധശിക്ഷ നൽകാവുന്ന വകുപ്പുകൾ മേൽ നിയമപ്രകാരം നിലവിൽ ഉണ്ട്. NDPS നിയമപ്രകാരം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ദേഹപരിശോധന നടത്തുന്നതിന് ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ആവശ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്നത് പ്രസ്താവനകൾ പരിശോധിക്കുക. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ മാത്രം ശരി. പോലീസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. എക്സൈസ് വകുപ്പിലെ ഗസറ്റഡ് ഓഫീസർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. റവന്യൂ വകുപ്പിലെ തഹസിൽദാർമാരുടെ സാന്നിധ്യം ഉറപ്പാക്കാവുന്നതാണ്. ഡിസ്റ്റിലറി
ആൻഡ് വെയർഹൗസ് റൂൾ പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? ഓപ്ഷൻ സി 3 മാത്രം ശരി. ഡിസ്റ്റിലറികളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മദ്യം നേരിട്ട് KSBCയുടെ FL9 ഷോപ്പിലേക്ക് എത്തിക്കാവുന്നതാണ്. ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് നിയമപ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി 3 ശരി. സ്പിരിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൊളാസിസിന് ഇരുണ്ട തവിട്ട് നിറം ആണ്. 1968 ഡിസ്റ്റിലറി ആൻഡ് വെയർഹൗസ് നിയമപ്രകാരം താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകളേവ? ഓപ്ഷൻ എ മേൽ പ്രസ്താവനകളെല്ലാം ശരിയാണ്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് മെത്തനോൾ ചേർക്കാറുണ്ട്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് ബെൻസിൻ ചേർക്കാറുണ്ട്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് പൈരിഡിൻ ചേർക്കാറുണ്ട്. സ്പിരിറ്റ് പാനയോഗ്യമല്ലാതാക്കി മാറ്റുന്നതിന് അസറ്റോൺ ചേർക്കാറുണ്ട്. കേരള ആബ്കാരി നിയമപ്രകാരം കുറ്റകരമായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ എ മേൽ പ്രസ്താവനകളെല്ലാം ശരിയാണ്. പൊതുസ്ഥലത്ത് മദ്യപിക്കുന്നത് കുറ്റകരമാണ്. 21 വയസ്സിന് താഴെ പ്രായമുള്ള വ്യക്തികൾ മദ്യം വിൽപ്പന നടത്തുന്നത് കുറ്റകരമാണ്. 21 വയസ്സ് പ്രായമുള്ള വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. പ്രായപൂർത്തിയായ ഒരാൾ സ്വന്തം ആവശ്യത്തിന് തെങ്ങ് ചെത്തി കള്ള് ഉപയോഗിക്കുന്നത് കുറ്റകരമാണ്. കേരളത്തിൽ വിൽക്കുന്ന ബിയറിൻ്റെയും വൈനിൻ്റെയും കുറഞ്ഞതും കൂടുതലുമായ ആൽക്കഹോൾ വീര്യം യഥാക്രമം? ഓപ്ഷൻ എ 0% മുതൽ 6% വരെയും 8% മുതൽ 15.5% വരെ. കേരളത്തിൽ 23 വയസ്സുള്ള ഒരാൾക്ക് ജിൻ മദ്യത്തിൻ്റെ ആൽക്കഹോൾ വീര്യവും കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവ്? ഓപ്ഷൻ എ 65 degrees proof and 3 liters. പരമാവധി 12 മണിക്കൂർ പ്രവർത്തന സമയമുള്ള ടോഡി ഷോപ്പുകളും FL1 ഷോപ്പുകളും പ്രവർത്തിക്കുന്ന സമയപരിധി യഥാക്രമം? ഓപ്ഷൻ എ രാവിലെ 8 മുതൽ രാത്രി 10 വരെയും രാവിലെ 9 മുതൽ രാത്രി 11 വരെ. പുകയില ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും നിശ്ചയിച്ചിരിക്കുന്ന കുറഞ്ഞ പ്രായപരിധി? ഓപ്ഷൻ എ 18. സിഗരറ്റ് പാക്കറ്റുകളിൽ മുന്നറിയിപ്പ് നൽകുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന കോട്ട്പ നിയമത്തിലെ വകുപ്പ്? ഓപ്ഷൻ സി 7. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് 100 യാർഡ് ചുറ്റളവിനുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിരിക്കുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ സി 6B. ലഹരി മദ്യങ്ങളുടെ നിരോധനം ഏത് പട്ടികയിലുള്ള വിഷയമാണ്? ഓപ്ഷൻ എ സംസ്ഥാന പട്ടിക. വിമുക്തി മിഷന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? ഓപ്ഷൻ ബി എക്സൈസ് അഡീഷണൽ കമ്മീഷണർ. ഇന്ത്യയിൽ മയക്കുമരുന്ന് വിരുദ്ധ പ്രചാരണം ഏതാണ്? ഓപ്ഷൻ എ നശാമുക്ത് ഭാരത്. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെക്ഷൻ 65 പ്രകാരം ഒരു കുറ്റകൃത്യത്തിനാവശ്യമായ മാനസിക ഘടകം എന്താണ്? ഓപ്ഷൻ സി അറിവും ഉദ്ദേശവും. 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ സെക്ഷൻ 72 പ്രകാരം പ്രധാനമായും ലക്ഷ്യമിടുന്ന വ്യക്തികളുടെ വിഭാഗം ഏതാണ്? ഓപ്ഷൻ ബി IT ആക്ട് ചട്ടങ്ങൾ പ്രകാരം അധികാരം വിനിയോഗിക്കുന്ന ഉദ്യോഗസ്ഥർ. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങൾ ഇതിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.